മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ, നാളെ ഒരു ദിവസം കൂടിയുണ്ട്. ഇതിൽ സരിക ഔട്ട് ആവുന്നുണ്ട്, സരികയായിരിക്കും എവിക്റ്റ് ആകുന്നത് എന്നൊരു ഗസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പക്ഷേ നമുക്ക് ആ പണിപ്പുര ടാസ്കിലേക്ക് തന്നെ വരാം. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഈ ഒരു ഗെയിമിൽ അനീഷിനെ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊമോ മാത്രമായി പോയി എന്നുള്ള ഒരു പരാതി ഒഴിച്ചാൽ പിന്നെ കുറച്ച് ചിലയിടത്തൊക്കെ ലാലേട്ടൻ ഒന്ന് മയപ്പെട്ടു എന്നതൊഴിച്ചാൽ ഇന്നത്തെ കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു എപ്പിസോഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ അനീഷിന്റെ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ പണിപ്പുര ടാസ്കിലേക്ക് തന്നെ വരാം. അതിൽ അനീഷ്, ജിസേല്, അതുപോലെ ആര്യൻ, ഇവർക്ക് 3 പേർക്കും കൊടുത്ത ടാസ്ക് ഇനി ആരും അനീഷിനെ കുറ്റം പറയില്ലല്ലോ. നല്ല ക്ലിയർ ആയിട്ട് അഭിനന്ദിച്ചു വിട്ടിട്ടുണ്ട് അനീഷിനെ. അതായത് ഈ ഒരു നിമിഷം തൊട്ട് എന്ന് എടുത്തു പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ അനീഷിന് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ടാസ്ക് ആണ്. അത് എന്തായാലും ശരി മിണ്ടാതിരിക്കാൻ പറയില്ല. ഇനി മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും താൻ റെഡിയാണ് എന്നൊക്കെ അനീഷ് തള്ളുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വിഷയമല്ല. എങ്കിലും ആ ടാസ്കിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് അത് അനീഷിൻ്റെത് മാത്രമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അനീഷ് ഒരു ടാസ്കിൽ നന്നായിട്ട് ചെയ്യിച്ചു, എന്തുകൊണ്ട് അനീഷിന് ഇത്രത്തോളം നമ്മൾ ഒരുപാട് ഹൈപ്പ് കൊടുത്ത് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ജിസേലും ആര്യനും തമ്മിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ചെറിയ സംസാരങ്ങൾ, അതിൽ ജിസേല് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അനീഷ്, ഒരു ടീം വർക്ക് എന്താണെന്നറിയോ, ഒരു ടീം ഗെയിം എങ്ങനെയാണെന്നറിയോ, ഒരു ടീം 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 എന്നും പറഞ്ഞിട്ട് ജിസേല് കുറേ കിടന്ന് പറഞ്ഞിട്ടുണ്ട് അനീഷിനെ. പിന്നെ ആര്യന്റെ ഷോയും അഹങ്കാരവും അത് ആര്യനെ തന്നെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു 6 നിലപാടുകളാണ് കാണിച്ചത്. അതായത് ഈവൻ അവസാനം ആ അനുമോളുമായിട്ട് കിച്ചണിൽ കിടന്ന് 10,000 പോയിന്റ്സ് ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുമായിരുന്നു എന്നും പറഞ്ഞിട്ട് അച്ഛനെയും മതത്തെയും ഒക്കെ മാറ്റി പറഞ്ഞ ആര്യന്റെ ആ നിലപാട് വരെ മോഹൻലാൽ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ആര്യൻ ഒന്ന് തണുത്ത മട്ടുണ്ട്. അതായത് ആര്യൻ എഴുന്നേറ്റ് പറയുന്നുണ്ട്, അത്രയ്ക്കൊന്നും അഹങ്കരിക്കണ്ട എന്ന് തോന്നി, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ അതിനെ എന്തായാലും ആര്യന്റെ ഈ ഒരു പെർഫോമൻസ്, അതായത് ഇന്ന് ആര്യൻ ആ പറഞ്ഞ സോറി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ഗെയിമിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നടന്ന വഴക്കായിക്കോട്ടെ, അതിൽ അക്ബറിനെ കുറച്ചധികം ഫയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ അക്ബറിന്റെ കയ്യിൽ നിന്ന് വല്ല അടിയും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് കണ്ടിട്ടായിരിക്കണം. പിന്നെ അക്ബറിന് ആ കൊടുത്ത ഒരു ശിക്ഷ, അവിടെയും അനീഷ് ഒരു പടി മുന്നോട്ട് കയറിയിട്ടുണ്ട്. അതായത് അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഉമ്മായുമായിട്ട് ഫോണിൽ സംസാരിപ്പിക്കുകയാണ്. അപ്പോൾ ആർക്കും എന്തായാലും ഇമോഷണലി എന്തായാലും ഡെഡായി പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇത്രയധികം തെറ്റ് ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ലാലേട്ടൻ കൺഫെഷൻ റൂമിലേക്ക് അക്ബറിനെ വിടുന്നത്. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് എന്തൊരു വാക്ക് പറഞ്ഞാലും ആ ഒരു ഹലോ കേട്ടാൽ തന്നെ അക്ബറിന്റെ ചങ്ക് പൊടിയും. അതൊരു വലിയ ശിക്ഷ തന്നെയാണ്. അതിനകത്ത് എന്തായാലും ഒരു കുറവും സംഭവിച്ചില്ല. പക്ഷെ അക്ബർ അതിനുശേഷം തിരിച്ചു വരുമ്പോൾ എല്ലാ മത്സരാർത്ഥികളും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അത് കണ്ടതിന് ശേഷം അനീഷ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി അക്ബറിന്റെ അടുത്ത് പോയി കൈ കൊടുത്തത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. കാരണം അനീഷിനെ ആ ഒരു പില്ല് എടുത്ത് എറിഞ്ഞതിനാണ് ശരിക്കും ലാലേട്ടൻ അവിടെ ആ ഒരു അക്ബറിനോട് അത് ചോദിച്ചു തുടങ്ങിയത്. പിന്നെ മൊത്തക്കാര്യവും ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ കൂടുതലും അക്ബർ അനുമോളോട് കുറേ അധികം തട്ടിക്കയറുന്നുണ്ടായിരുന്നു. പക്ഷേ അക്ബറിനൊരു ചെറിയ ന്യായമുണ്ട്. അതൊക്കെ റീസൺസ് ഉണ്ടായിട്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അക്ബറിനെ എനിക്കൊരു വിലയിരുത്താൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം, അക്ബർ ചില ആൾക്കാരുടെ അടുത്ത് മാത്രമേ ഇത്തരത്തിലുള്ള തട്ടിക്കയറ്റങ്ങൾ കാണിച്ചിട്ടുള്ളൂ. അനീഷിന്റെ അടുത്തും അനുമോളടുത്തും ശാരികയടുത്തും മാത്രമേ ഉള്ളൂ ഈ ഒരു കുതിര കയറ്റമൊക്കെ. അല്ലാതെ ബാക്കി പല അവസ്ഥയിലും, ഇപ്പോൾ ഈവൻ ആ ഒരു പണിപ്പുര ടാസ്കിൽ പോലും അനീഷിന്റെ അടുത്താണ് ഈ പ്രശ്നത്തിന് പോയത്. ആര്യന്റെ അടുത്തും ജിസേലിന്റെ അടുത്തും ഇതുപോലെ സംസാരിക്കാറില്ലല്ലോ. അതായത് തിരിച്ചൊന്നും പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അക്ബർ ഇതേ കണക്ക് പെരുമാറുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടെ എല്ലാവരും ഒറ്റപ്പെട്ട് നിൽക്കുന്നത്, അതായത് ഇപ്പോൾ അനുമോൾ ആയിക്കോട്ടെ, ശാരിക ആയിക്കോട്ടെ, അനീഷ് ആയിക്കോട്ടെ, അവരൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്നിവിടെ കാണുമ്പോൾ ഉറപ്പായിട്ടും അക്ബറിന് ആ തൻ്റെ ഇടം ഉണ്ടാകും. അതിനപ്പുറം എനിക്ക് അക്ബറിന്റെ ആ ഒരു ഫയർ ചെയ്തത് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടു എന്നുള്ളതിനെ ക്വാളിറ്റി ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ അക്ബറിനെ കുറിച്ച് അനീഷ് ലാസ്റ്റ് ടൈം പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഒരു പാറപ്പുറത്ത് വീണിരിക്കുന്നത്, അത് ക്യാപ്റ്റൻസി ടാസ്കിനകത്തായിരുന്നു. പാറപ്പുറത്ത് വീണിരിക്കുന്ന ഒരു വിത്താണ് അക്ബർ, അത് മുളയ്ക്കണോ വേണ്ടയോ എന്നുള്ളതിൻ്റെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അതായിട്ടാണ് അനീഷ് അക്ബറിനെ കാണുന്നത് എന്ന്. അത് ഈ ഒരു അവസരത്തിൽ എനിക്കത് ശരിക്കും അത് പറയാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ ഏതായാലും ശരി, ലാലേട്ടൻ അനീഷിനൊരു അംഗീകാരം കൊടുത്തു. പക്ഷേ ഇടക്കേറി സംസാരിക്കുന്നതിൻ്റെ പേരിൽ അനീഷിനെ താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത്തിരി ഇളക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത് പോരായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടി
ലാലേട്ടൻ കുറച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആ ബിഗ് ബോസിന്റെ അടുത്ത് മിണ്ടാതിരുന്നത് പോലെ ഈ ഒരാഴ്ചയായിട്ട് വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലല്ലോ എന്നെങ്കിലും ചോദിക്കുമെന്ന് കരുതി. കാരണം ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയ ഒരു വീട് പോലെ അനീഷ് ഇല്ലാത്തത് കൊണ്ട് അനീഷിന്റെ ഒരു ഉറക്കം അവിടെ എനിക്ക് ഫീൽ ചെയ്തു. ഏതായാലും വരുന്ന ഒരു നാളത്തെ ഒരു എപ്പിസോഡ് കൂടി നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ശരി, നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.